എന്താണ് അലർജി? നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അലർജീനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു? അലർജീനെ ആയുർവേദത്തിലൂടെ വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും. ഞാൻ ഡോക്ടർ ഇമാനുവൽ ജോബ് വിൽസൺ, സിയോൺ ആയുർവേദയിലെ ഫിസിഷ്യനാണ്. ഈ അലർജി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി, ഒരു ഇമ്മ്യൂണിറ്റി വളരെ എക്സാഗ്രേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിനോട് പ്രതികരിക്കുന്ന രീതിയാണ് അലർജി എന്ന് നമ്മൾ കോമൺലി പറയാം. ഏത് വസ്തുവാണോ ഈ ഒരു എക്സാഗ്രേറ്റഡ് ഇമ്മ്യൂണോ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്, അവയെ നമ്മൾ കോമൺലി അലർജൻറ്റ് അല്ലെങ്കിൽ അലർജി കോസിങ് ഫാക്ടറായിട്ട് നമ്മൾ കണക്കാക്കും. പലർക്കും പല രീതിക്കായിരിക്കും ഈ അലർജി എക്സ്പ്രസ് ചെയ്യുക. ചിലർക്ക് സ്കിൻ റാഷ് ആയിട്ടും, മറ്റു ചിലർക്ക് കണ്ണിൽ വരുന്ന ചുവപ്പും ചൊറിച്ചിലും, അതുപോലെ റണ്ണിങ് നോസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും, ഗട്ട് ഡിസോർഡേഴ്സും എല്ലാം അലർജിയുടെ ഒരു ലക്ഷണങ്ങളിലായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. പലർക്കും പല വസ്തുക്കളോടും അലർജി ഉണ്ടാവാറുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡസ്റ്റ് അലർജി മുതൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തോടും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ലോഷൻസ്, ക്രീം, ഓയിൽ, അങ്ങനെ പല വസ്തുക്കളോടും നമുക്ക് അലർജി കാണാറുണ്ട്. ഈ അലർജിയെ വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആയുർവേദത്തിൽ പറയുന്ന മരുന്നുകൾ മാത്രമല്ലാതെ ദിനചര്യയിൽ പറയുന്ന നസ്യം മുതലായിട്ടുള്ള നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ചില ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളിലൂടെ, നമുക്ക് വീട്ടിൽ തന്നെ ശീലിക്കാവുന്ന ചില ചിട്ടയായ ശീലങ്ങളിലൂടെയൊക്കെ അലർജിയെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ആയുർവേദത്തിലൂടെ മാനേജ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.